അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സൗണ്ട് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. വളരെ നല്ല നിലക്കുള്ള ലളിതമായ വിശദീകരണത്തിലൂടെ KPM ദാരിമിയുടെ സംസാരം നമ്മൾ ശ്രമിച്ചു. വളരെ മനോഹരമായിട്ട് തന്നെ സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് അതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്ന നല്ലൊരു വിശദീകരണമാണ് എന്റെ സുഹൃത്തായ KPM ദാരിമി നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും സഹോദരങ്ങൾക്കുമെല്ലാം ദീർഘായുസ്സും ആഫിയത്തും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള തൗഫീഖും എല്ലാം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മുടെ ക്ലാസ് റൂം വളരെയധികം സജീവമായിരുന്നു. 2 തുടർച്ചയായ സംവാദങ്ങളുടെ അലയലുകൾ ഇന്നും അടങ്ങിയിട്ടില്ലാത്ത വിധം വളരെ വ്യക്തമായ ചുവടുവെപ്പും വിജയവും നാം നേടിയിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ നിന്നും കേട്ട പ്രസ്തുത സംവാദങ്ങൾ. ഒന്ന്, കേരളത്തിൽ 1400 കൊല്ലത്തിലധികമായിട്ട് സ്ഥാനം പിടിച്ച ഇസ്ലാമിക സമൂഹം, ആ സമൂഹത്തിന് ഒന്നും തന്നെ അവകാശപ്പെടാത്ത വിധം തന്റെ കയ്യിൽ ഏതാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടികൾ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ പിരിവും പള്ളിയും അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിവെച്ച ഒരാളിനെ കുറിച്ചുള്ള സംവാദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശമാണെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി സനദ് വായിക്കുകയും ഇത് സനദാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു ലക്ഷങ്ങൾക്ക് മുമ്പിൽ വായിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾക്ക് പക്ഷേ നമ്മുടെ മുന്നിൽ അങ്ങെത്തിയപ്പോ മർക്കസിൽ മുടിയുണ്ട് എന്ന് അവർക്കറിയാം. മർക്കസിൽ മുടിയുണ്ട് എന്നവർക്കറിയാം. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണോ അല്ലേ അല്ല എന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അല്ല എന്നാണ് അന്നും ഇന്നും എന്നും നമ്മുടെ വാദം. തനിയാമ്പുറത്ത് വെച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ സംവാദത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഇരുന്നപ്പോൾ അന്നും നമ്മൾ വാദിച്ചത് എന്താണ്? പ്രസ്തുത കേശം നബിയുടേതല്ല. തൃശ്ശൂരിൽ വെച്ചുകൊണ്ട് നടത്തിയ സംവാദ വ്യവസ്ഥയിലും നമുക്ക് ഇതേ വാദം തന്നെയാണ് വാദിക്കാനുള്ളത്. ഈ മർക്കസിലുള്ള കേശം നബിയുടേതല്ല. ഇപ്പോ ഒടുവിൽ മണ്ണാർക്കാട് വെച്ചുകൊണ്ട് നമ്മൾ അതേ വാദം, നമുക്ക് വാദങ്ങൾ മാറുന്ന പ്രശ്നമല്ല. ഒരു വിഷയത്തിൽ നമുക്കൊരു വാദമുണ്ടെങ്കിൽ ആ വാദം എപ്പോഴും എന്നും ഏത് സന്ദർഭത്തിലും നമുക്ക് ഒന്നേ പറയാനുള്ളൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു വസ്തുവിനെ, അതല്ലെങ്കിൽ ഒരു വാക്കിനെ, അതല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ, അതല്ലെങ്കിൽ ഒരു തീരുമാനത്തെ ചേർത്തിപ്പറയണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ വ്യവസ്ഥാപിതമായ ദീനിന്റെ ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതൊന്നും തന്നെ നബിയിലേക്ക് ചേർക്കാൻ പാടില്ല. ഇത് ഇബ്നു തൈമിയ്യയുടെ വാദമാണ് എന്നാണ് ഇന്ന് SSF-കാരൻ പ്രസംഗിച്ചത്. നമ്മൾ ഈ പറഞ്ഞ ആശയം ഇബ്നു തൈമിയ്യയുടെ വാദമാണ് എന്നാണ് ഇന്ന് SSF-കാരൻ മംഗലാപുരത്ത് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം ഞാൻ കേട്ടു. അത് ഇബ്നു തൈമിയ്യയുടെ വാദമാണ്. സനദ് വേണം എന്ന് പറയുന്നത് ദഹബിയുടെ വാദമാണ്. ദഹബിയാണെങ്കിലോ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്, അയാൾ പിഴച്ച ആളാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തിരുകേശം മഹത്വം വർത്തമാനം എന്ന് പറഞ്ഞ മർക്കസിലുള്ള സ്റ്റുഡൻസ് ഫോറം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ടല്ലോ, തിരുകേശം മഹത്വം വർത്തമാനം എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകം എഴുതിയത് ഹക്കീം സായിദി എന്ന് പറയുന്ന ഒരാളാണ്. ആ ഹക്കീം സായിദി എഴുതിയ ആ പുസ്തകത്തിൽ ഇമാം ദഹബി റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ തർബീർ ചൊല്ലിയത്? ഇമാം ദഹബി റളിയല്ലാഹു അൻഹു എന്നാണല്ലോ നിങ്ങളുടെ കാരന്തൂർ മർക്കസിൽ നിന്ന് നേരിട്ട് പ്രസിദ്ധീകരിച്ച പ്രസ്തുത പുസ്തകത്തിൽ ദഹബിയെ സംബന്ധിച്ച് നിങ്ങൾ എന്താ വിശേഷിപ്പിച്ചത്? ഇമാം ദഹബി ബ്രാക്കറ്റിലെ റാ എന്ന് പറഞ്ഞാൽ ഇമാം എന്നതിനു ശേഷം
ഇമാം എന്ന് പറഞ്ഞതിനു ശേഷം ബ്രാക്കറ്റിൽ കൊടുക്കുന്ന റ എന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? റളിയല്ലാഹു അൻഹു എന്നല്ലേ, അല്ലാതെ റൗഡി എന്നാണോ? ഇമാം ദഹബി ഇൻ ബ്രാക്കറ്റ് റൗഡി എന്നാണോ? അല്ലല്ലോ. ഇമാം ദഹബി റളിയല്ലാഹു അൻഹു എന്ന് തന്നെ കൃത്യമായിട്ട് എന്തിന്റെ പേരില? നിങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് നേരിട്ട് പ്രസിദ്ധീകരിച്ച തിരുകേശം മഹത്വം വർത്തമാനം എന്ന പുസ്തകത്തിൽ നിങ്ങൾ എന്തിനെഴുതി? എന്നിട്ട് പറ, ഇന്ന് മംഗലാപുരത്ത് വെച്ചിട്ടുള്ള പ്രസംഗം ഇത് ദഹബി എന്ന് പറഞ്ഞ പഴച്ച ഒരാളുടെ വാദമാണ്. ആ വാദം സക്കരിയ സലാഹിയുടെ വാദമാണ്. നന്ദീദാറുസ്സലാം അറബി കോളേജിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സക്കരിയ സലാഹി നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ഒരക്ഷരം സക്കരിയനോട് മറുത്തു പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ എന്നാണ് ഇന്നിപ്പോ അയാള് മംഗലാപുരത്ത് വെച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. SSFകാരൻ യാതൊരുമില്ല. കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി സക്കരിയ സലാഹിയുടെ മാളത്തിലൊളിച്ച സംവാദത്തെ ഏതോ ഒരു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ 100 ചില്ലാനം ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ആരും അറിയാതെ, നാട്ടുകാരറിഞ്ഞിട്ടില്ല, ഒരാളും അറിയാത്തൊരു പരിപാടി. പിന്നെ നമ്മളിത് അറിയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് റൂമുകളിൽ ഓൺലൈൻ സംവിധാനം ഉണ്ടായതുകൊണ്ട് ഏത് ഓണം കയറാൻ രീതിയിൽ നടക്കുന്ന പരിപാടിയും ആ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടാകൂല, അവിടെ പരിസരവാദികൾ അറിഞ്ഞിട്ടുണ്ടാകൂല. പക്ഷേ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഓൺലൈൻ വഴിയായിട്ട് അറിയുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ നാട്ടുകാരോ പരിസരവാസികളോ അറിയാതെ രഹസ്യമായി നടത്തിയ ഒരു സംവാദത്തിൽ എന്തൊക്കെയോ പുലമ്പി. ഏതുപോലെ ഇന്നലത്തെ നമ്മുടെ ഇസ്തിഹാസ സംവാദത്തിൽ അബൂ ഇഹ്സാൻ പുലമ്പിയതുപോലെ കണ്ടില്ലേ? അബൂ ഇഹ്സാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചെകുത്താനളകി അയാളെ ഇപ്പോൾ ഞാൻ ഊഹിക്കുന്നു, ഞാൻ അനുമാനിക്കുന്നു, അയാളെ നേരെ ജിന്നിറക്കുന്ന ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ ജിന്ന് ഇറങ്ങിപ്പോയിട്ട് സുഖം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ദുബായിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവർത്തകരോടൊന്ന് അന്വേഷിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ചിലപ്പോ ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴും അയാൾ ഇങ്ങനെ കൈകാലിട്ട് അടിച്ച് നാക്കൊക്കെ കടിച്ച് പിടിച്ചിട്ട് ഇളകി സംസാരിക്കുന്നുണ്ടാകും സുഖമായിട്ടുണ്ടെങ്കിൽ. അല്ല, സുഖമായിട്ടുണ്ടെങ്കിലോ ജിന്നിറക്കാനുള്ള ഒരുപാട് ക്ലിനിക്കുകൾ ഈ ജിന്ന് വിഭാഗം ആളുകൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിലെവിടെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് അയാളെ ആ ജിന്നുബാധ അടിച്ചിറക്കിയിട്ട് എവിടേക്കാണ് അത് കിട്ടുകയെന്ന് പറയാൻ പറ്റൂല. എവിടെ കിട്ടിയാലും ജിന്ന് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. അതിനിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വല്ല പരിപാടിക്കും അയാൾക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഏതായാലും ഈ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ എന്തൊരു കാര്യവും നബിയിലേക്ക് ചേർക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വാദം ഇബ്നു തൈമിയ്യയുടെയോ അല്ലെങ്കിൽ ഇവർ പഴച്ചതാണെന്ന് പറയുന്നത് വഹബിയുടെയോ മാത്രം വാദമല്ല. അത് അഹ്ലുസുന്നയുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട വാദമാണ്. അഹ്ലുസുന്നയുടെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട വാദമാണ്. നബിയിലേക്ക് മാനദണ്ഡങ്ങൾ, തെളിവുകളും അടിസ്ഥാനവുമില്ലാതെ ഒന്നും തന്നെ ചേർത്തി പറയരുത് എന്നാണ്. ഒന്നും തന്നെ ചേർത്തി പറയാൻ പാടില്ല. അങ്ങനെ ചേർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മൗദൂ എന്ന് പറയും, വ്യാജം. അതാണ് വ്യാജമൊഴി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അശ്ശഅറുൽ മൗദൂ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ കെട്ടിച്ചമക്കപ്പെട്ട മുടി, അതാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ മൗദൂ ഒരു സംഗതി നബിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു സംഗതി വ്യാജമാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അത് തിരിച്ചറിയുവാൻ വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാമുമാര് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റളിയല്ലാഹു തആല എന്ന് പറയാം, വഇന്നമാ യുറഫു ഖൗലുൽ ഹദീസ് മൗദൂഅൻ, നബിയുടെ ഒരു ഹദീസ് അത് വ്യാജമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒന്നുകിൽ ബി ഇഖ്റാരി വാദിഇഹി, അതിനെ കെട്ടിച്ചമച്ചവൻ തന്നെ സമ്മതിക്കൽ കൊണ്ട് അതറിയപ്പെടും. ഔ മാ യതനസ്സലു മൻസിലത ഇഖ്റാരി, അതല്ലെങ്കിൽ അയാൾ സമ്മതിക്കുന്നില്ലെങ്കിലും അയാൾ സമ്മതിക്കുന്നതിന്റെ സ്ഥാനത്ത് നിലകൊള്ളുന്ന മറ്റെന്തെങ്കിലും ചില കാര്യങ്ങളെ കൊണ്ടും അറിയപ്പെടും. വഖദ് യഫ്ഹമൂനൽ വദ്അ മിൻ ഖരീനത്തി ഹാലി റാവി അവിൽ മർവി, ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്ത ആളുടെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ, അവയിലൂടെയും ഇത് വ്യാജമാണെന്ന്
പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ മറുകി അല്ലെങ്കിൽ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഉള്ള അപാകതകളും അതിന്റെ ന്യൂനതകളും മനസ്സിലാക്കിക്കൊണ്ടും അത് വ്യാജമാണെന്ന് ഗ്രഹിക്കാനാവും. وقد وضعت أحاديث طويلة يشهد بوضعها ركاكة ألفاظها ومعانيها. ആശയപരമായിട്ടും വാചികമായിട്ടും ഒരുപാട് തകരാറുകളെ കൊണ്ട് നബിയിലേക്ക് ചേർക്കപ്പെട്ട എത്രയോ നീണ്ട ഹദീസുകൾ വ്യാജമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഇമാം ഇബ്നു സലാഹ് ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ ഒരു ഇമാമാണ്. പ്രഗത്ഭനായ ഇമാമാണെന്ന് മാത്രമല്ല, ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തന്നെ ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുകയും അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യാറുണ്ട്. അത്രയും വലിയ മഹാനാണ്. അങ്ങനെയുള്ള ഈ ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സർക്കശി റളിയല്ലാഹു അൻഹു. ആരാ സർക്കശി ഇമാം? സർക്കശി ഇമാം ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ അഹ്ലുസുന്നയുടെ ഇമാമാണ്. അല്ലാതെ ഇബ്നു തൈമിയന്റെ ആൾക്കാരൊന്നുമല്ല. ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ ഇമാമാണ്. അദ്ദേഹം പറയാണ്, ഇബ്നു സലാഹിന്റെ ഈ വാചകം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, وذكر أبو حيان التوحيدي في البصائر عن القاضي أبي حامد المروزي. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ തൗഹീദി എന്ന് പറയുന്ന മഹാൻ ഖാലി അബൂ ഹാമിദിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്താണ് ഉദ്ധരിക്കുന്നത്? അന്ന റജുലൻ, ഒരു മനുഷ്യൻ, അതാ ബാബൽ മഹ്ദി, ഇമാം മഹ്ദിയുടെ വാതിൽക്കൽ വന്നു. വമഅഹു നഅലാനി, ആ മനുഷ്യന്റെ അടുക്കൽ 2 ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. ഫഖാല, എന്നിട്ട് ആ വന്നവൻ പറഞ്ഞു, ഹുമാ നഅലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലിന്റെ 2 ചെരുപ്പുകളാണ്. അങ്ങനെ അയാൾ തിരിച്ചുപോയി. ആ ചെരുപ്പുമായിട്ട് വന്ന ആള് തിരിച്ചു പോയപ്പോ ഫലമ്മാ ഖറജ, ആ വന്നയാൾ തിരിച്ചു പോയപ്പോൾ ഖാലൽ മഹ്ദിയു, മഹ്ദി എന്നവർ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഹുമാ ബിനഅലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ കൊണ്ടുവന്ന ആ ചെരുപ്പുകൾ 2 നബിയുടെ ചെരുപ്പേ അല്ല. നമ്മള് മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? കാരന്തൂർ മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേതല്ല. ബഹുമാനപ്പെട്ട മഹ്ദി അവർ എന്താ പറഞ്ഞത്? വല്ലാഹി മാ ഹുമാ ബിനഅലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അത് 2 റസൂലിന്റെ ചെരുപ്പുകളെ അല്ല. എന്നിട്ട് ചോദിക്കാണ്, വമിൻ ഐന സാറത്താലഹു, എവിടുന്നാണ് ആ 2 ചെരുപ്പുകളും റസൂലിന്റെതാണെന്ന് അയാൾക്ക് കിട്ടിയത്? അയാൾക്ക് എവിടുന്ന് കിട്ടിയ ആ 2 ചെരുപ്പുകൾ എവിടെന്ന് കിട്ടി? അപ്പൊ അതിന്റെ മാനദണ്ഡം അന്വേഷിക്കുക. അബിനീറാസിൻ, മാതാപിതാക്കളിൽ നിന്ന് അനന്തരം കിട്ടിയതാണോ? അംബിഷിറായിൻ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്കൽ നിന്ന് കാശ് കൊടുത്തു വാങ്ങിയതാണോ? അംബി ഹിബത്തിൻ, അതല്ലെങ്കിൽ വല്ലവനും ദാനമായിട്ട് നൽകിയതാണോ? എവിടുന്ന് കിട്ടി അയാൾക്ക്? ഒരു തെളിവുമില്ല. ഒരു സുപ്രഭാതത്തിൽ യാദൃശ്ചികമായിട്ട് അവൻ റസൂലിന്റെ 2 ചെരുപ്പുകളാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചവൻ, വല്ലാഹി മാ ഹുമാ ബിനഅലൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അത് 2 റസൂലിന്റെ ചെരുപ്പുകളെ അല്ല. കണ്ടോ ഇവരെന്താ സംഭവിച്ചത്? മാനദണ്ഡങ്ങളും അടിസ്ഥാനങ്ങളുമില്ലാതെ കൊണ്ടുവരപ്പെട്ട നബിയിലേക്ക് ചേർക്കപ്പെട്ടതിനെ വല്ലാഹി എന്ന പ്രയോഗമിട്ടുകൊണ്ടാണ് എതിർത്തത്. വല്ലാഹി എന്ന പ്രയോഗമിട്ടുകൊണ്ട്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞു. നമ്മളവിടെ വല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ലാന്ന് മാത്രം, വല്ലാഹി എന്ന് നമ്മൾ പറഞ്ഞിട്ടാന്ന് മാത്രം. ഇതാരാണ്? അന്നുഖത്ത് അലാ മുഖദ്ദിമത്തി ബിൻ സലാഹ്, ഇമാം സർകശി റളിയല്ലാഹു അൻഹുവിന്റെ മുഖദ്ദിമത്തി ബിൻ സലാഹിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു മുഖദ്ദിമയുടെ വ്യാഖ്യാനമായ അന്നുഖത്ത് എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബദ്റുദ്ദീൻ സർകശി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ മഹാപണ്ഡിതൻ. എന്നിട്ട് ഇവര് പറയാതെ ഇബ്നു തൈമിയ്യയുടെ വാദമാണ്, ഇത് ഇബ്നു തൈമിയ്യയുടെ വാദമാണ് എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാർ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഈ ആശയത്തെ ഇബ്നു തൈമിയ്യയുടെ ആശയമാണെന്ന് പറഞ്ഞിട്ട്
ഇതിനെ വഹാബിവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങളുടെ വേറെ വെക്കണം. ഇത് വിടാൻ പാടില്ല. ഇത് കേവലം ഒരു മുടിയോ അല്ലെങ്കിൽ ആ മുടിയുമായി ബന്ധപ്പെട്ട ചൂഷണമോ അല്ല. ഇവിഷയമായിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരുപാട് തത്വങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും പരസ്യമായി ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ദാരുണമായ കിരാതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരിൽ പണ്ഡിതന്മാർ ജാഗരൂകരാവണം. ഇതിനെതിരിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ബദ്ധശ്രദ്ധരാവണം. ഇതിനെതിരിൽ ഈമാനിന്റെ റസൂലിന്റെ മഹബ്ബത്തിന്റെ അഹ്ലുകാരായ ആളുകൾ സജീവമായി രംഗത്തിറങ്ങണം. ഇത് വെറുതെ പറയല്ല. നബിയിലേക്ക് ഒരു കാര്യത്തെ ഇസ്നാദ് ചെയ്യപ്പെടാനും ഇവരത് നേരത്തെ പറഞ്ഞിരുന്ന മറുപടി എന്താണ്? അഹ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സനദ് വേണമെന്നുള്ളൂ, അല്ലാത്തവയ്ക്ക് സനദൊന്നും വേണമെന്നില്ല. അങ്ങനെയല്ല ഇമാം നവവി റളിയല്ലാഹു തആല പറയണ്ട, സവാഉൻ ഫീഹി മാ കാന ലഹു ഹുക്മുൻ ഔ ഗൈറുഹു. ഈ പറഞ്ഞ കാര്യത്തിൽ വിധിവിലക്കുകൾ ഉള്ള വിഷയങ്ങളും സമമാണ്, അല്ലാത്തവയും സമമാണ്. അല്ലാത്തവയ്ക്ക് ഉദാഹരണമായിട്ട് ഇമാം നവവി തങ്ങൾ പറയുന്നു, കത്തർഹീബി വത്തർഹീബി വൽമവാഇദി വഗൈരി ദാലിക. വഗൈരി ദാലിക എന്നുള്ള ലഫ്ദ് ആമ്മാണ്. ആ ഉമൂറിന്റെ പരിധിയിൽ അത് തർഹീബിന്റെ വിഷയങ്ങളാവട്ടെ, തർഹീബിന്റെ വിഷയങ്ങളാവട്ടെ, ഉപദേശ നിർദ്ദേശങ്ങളുടെ കാര്യങ്ങളാവട്ടെ, അല്ലാത്തതെന്തുമാവട്ടെ എന്നുള്ളത് സർവവ്യാപ്തിയുടെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ആ പദം പ്രയോഗിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ അവിടെ വ്യക്തമാക്കിയത് എന്താണ്? എന്താണെങ്കിലും നബിയിലേക്ക് ചേർക്കപ്പെടാൻ അത് വ്യാജമാണെങ്കിൽ അത് അങ്ങനെ പറയൽ ഹറാമാവുന്നു എന്നാണ്. അതല്ലാതെ നജീബ് മൗലവി പറഞ്ഞതുപോലെ വിധിവിലക്കുകളുടെ കാര്യങ്ങൾ ഹറാമും ഹലാലും സുന്നത്തും കറാഹത്തും മുബാഹും സിഹത്തും ജവാസും ഫസാദും ഇങ്ങനെ തക്ലീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ സനദ് പറയണമെന്നുള്ളൂ എന്ന് പറഞ്ഞ് നജീബ് മൗലവി ഉണ്ടാക്കിക്കൊടുത്ത തെറ്റായ പൊട്ട ആശയത്തെ കൊണ്ടുകിടക്കുകയാണ് ഇന്നിപ്പോ മുടിക്കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഊദുബില്ല. നജീബ് മൗലവി സനദ് വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അയാൾ എപിയിൽ ഏറ്റവും കൂടുതൽ അഡ്രസ്സാണ്. അയാൾക്ക് എന്താ അറിയില്ല, സമസ്തയോട് ഭയങ്കര എതിർപ്പാണ് അയാൾക്ക്. അത് വലിയ അദ്ദേഹം അറിവുള്ള ആളാണ്, പണ്ഡിതനാണ്, അതുപോലെ കഴിവും ഒരുപാട് ഉയർച്ചയുള്ള ആളാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ തരണ്ടായിരിക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അന്ധമായ സമസ്തയോടുള്ള ഒരു വിരോധം എന്നതുകൊണ്ട് മാത്രം അയാളിൽ നിന്ന് ഉണ്ടായ സംഗതിയാണ്. ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ സർക്കശിയുടെ ഇബാറത്തിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ നടത്തിയ 3 സംവാദ വ്യവസ്ഥകളിലും നാം പറഞ്ഞിട്ടുള്ളത്. വല്ലാഹി മാ ഹുമാ ബിനാ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻ ഐന സാറതാ ലഹു അബ്നിറാസിൻ അംബിശ്റായിൻ അംബിഹിബത്തിൻ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അത് റസൂലിന്റെ കേശം, അത് റസൂലിന്റെ ചെരുപ്പ് അല്ലേ അല്ല എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ മർക്കസിലുള്ള മുടികൾ നബിയുടേത് അല്ലേ അല്ല. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരു നിയമ പോരാട്ടം നടക്കുന്നുണ്ടോ എന്താ അറിയില്ല, പോട്ടെ. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്കത് നബിയുടേതാണ് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ഇപ്പൊ സാരിയുടെ പുല്ലി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ എന്തൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. മാഷാ അല്ലാഹ്. ഈ വിഭാഗത്തിലേക്ക് റസൂലിന്റെ മുടിയുടെ കാര്യത്തിൽ ഏതായാലും അവർക്ക് നമ്മളായിട്ട് സംവാദത്തിൽ അവർ തയ്യാറാകില്ല. ഇതിപ്പോ സംഭവിച്ചത് എന്താണ്? FB-യിലാ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, എന്തായിക്കോട്ടെ. അപ്പൊ പറയുന്നത് കേട്ടതാണ്. ഞാൻ FB തുറക്കാറില്ല, എപ്പോഴെങ്കിലൊക്കെ തുറക്കാറുള്ളൂ. അപ്പോ എന്താ പറഞ്ഞത്? എന്താണ് ഈ സാരിബ പുല്ലി എന്ന് പറഞ്ഞാല്? ഒരു സെന്റൻസിന് 2 ഘടകമുണ്ടാവും. ഒരു സെന്റൻസിന് 2 ഘടകമുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, മരം കല്ല് അല്ല, മരം എന്നുള്ളത് കല്ലല്ല നമ്മൾ സാധാരണ പറയാറില്ലേ?
അശ്ശജറു ലൈസ ബിഹജരിൻ, മരം കല്ലല്ല. ഇത് സാരിതയായ ഒരു സെന്റൻസാണ്. എന്ന് വെച്ചാൽ അല്ല എന്ന് വിശദീകരിക്കുന്ന സെന്റൻസാണ്. ഈ എല്ലാ ഒരു മരവും കല്ലല്ല എന്ന് പറയുമ്പോഴോ അതിനെപ്പറ്റിയാണ് സാരിബ കുല്ലിയ എന്ന് പറയുക. സാരിബ കുല്ലിയ. സാരിബ കുല്ലിയ എന്ന് പറഞ്ഞാൽ മരം കല്ലല്ല എന്ന് പറയുമ്പോ ഈ മരം എന്ന് പറഞ്ഞാൽ എല്ലാ മരവും കല്ലല്ല എന്നാണോ, ചില മരങ്ങൾ കല്ലല്ല എന്നാണോ? ചില മരങ്ങൾ കല്ലല്ല എന്നാണെങ്കിൽ അതിന്റെ പേര് സാരിബ ജുസ്ഇയ എന്നാണ്. ഒരു മരവും കല്ലല്ല ലാ ശൈഅ മിന അശ്ശജരി ബിഹജരിൻ എന്നാണെങ്കിൽ, ഒരു മരവും കല്ലല്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പേരെന്താണ്? സാരിബ കുല്ലിയ എന്നാണ്. അപ്പോ സാരിബയായ ഒരു സെന്റൻസ്, അല്ല എന്ന് വിശദീകരിക്കുന്ന ഒരു സെന്റൻസിന് ആ അല്ല എന്ന് പറഞ്ഞത് ഒറ്റ മരവും കല്ലല്ല എന്നാക്കി തീർക്കുമ്പോഴാണ് അതിന്റെ പേര് സാരിബ കുല്ലിയ. ഈ മലയാളത്തിൽ പറഞ്ഞ ഒറ്റ എന്നുള്ള മലയാളത്തിലുള്ള ആ വാക്കിന് അറബിയിൽ നൽകുന്ന വാക്കാണ് ലാ ശൈഅ എന്ന്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഡിസ്കണക്ട് ആവുന്നുണ്ടോ? ആവുന്നുണ്ടെങ്കിൽ പറയണം. നമുക്ക് സലീം ഇർഫാനിയുടെ മയ്യിത്ത് പരിപാലന ക്ലാസും തുടർന്നുള്ള സംശയ നിവാരണവും ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് പണ്ഡിതന്മാർക്ക് വേഗം മനസ്സിലാവും, സാധാരണക്കാർക്ക് ഇപ്പോൾ ഒരു പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കത്തിൽ പറയുന്നത്. സാരിബ കുല്ലിയ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമാണ്. നമ്മൾ കിതാബുകളിലൊക്കെ പറയുന്ന ഒരു ഉദാഹരണമാണ്. ചെറിയ കിതാബുകൾ ഓതുന്ന എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അറിയുന്ന ചെറിയൊരു കാര്യമാണ്. ഇത് വലിയ വിഷയമൊന്നുമല്ല. എന്താണ്? അശ്ശജറു ലൈസ ബിഹജരിൻ, മരം കല്ലല്ല. ഇത് നമുക്ക് രണ്ടായിട്ട് പറയാം. ചില മരങ്ങൾ കല്ലല്ല, അതാണ് സാലിബ ജുസ്ഇയ. ഒരു മരവും കല്ലല്ല, അതാണ് സാലിബ കുല്ലിയ. അപ്പോ സാരിബയായ സെന്റൻസിനെ കുല്ലിയാക്കാൻ, അഥവാ മുഴുവൻ മരങ്ങളെയും ഉൾപ്പെടുത്തുവാൻ വേണ്ടി മുഴുവൻ അല്ലെങ്കിൽ ഒരു തുടങ്ങിയ പദം ചേർക്കൽ എവിടെ ചേർക്കുക? മരം എന്നതിലാണ് ചേർക്കുക. അപ്പൊ ഒരു മരവും കല്ലല്ല, അപ്പോഴാണത് സാരിബ കുല്ലിയാകുക. അല്ലാതെ മരം കല്ലാവാൻ ഒരു സാധ്യതയുമില്ല, അവിടെ എന്താ ചേർക്കുക? മൗദൂ എന്ന് പറയുന്ന സെന്റൻസിന്റെ ഒന്നാമത്തെ ഘടകത്തിലാണ് ആ വാക്ക് ചേർക്കുക. അതല്ലാതെ മഹ്മൂൽ എന്ന് പറയുന്ന സെന്റൻസിന്റെ രണ്ടാമത്തെ വാക്കിലല്ല ചേർക്കുക. അതാണ് ഞങ്ങൾ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ ചോദിച്ചത്. സാരിബ കുല്ലിയയ്ക്ക് അത് കുല്ലിയയാണെന്ന് പറയാൻ വേണ്ടി ചേർക്കുന്ന ലാ ശൈഅ എന്നുള്ള സൂറ് അഥവാ ആ പദം, അത് ചേർക്കേണ്ടത് മൗദൂഇലാണോ മഹ്മൂലിലാണോ? നിങ്ങൾ പറഞ്ഞത് മഹ്മൂലിലാണെന്നാണ്. കാരണം അവരെന്താ പറഞ്ഞത്? മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേതാവാൻ ഒരു സാധ്യതയുമില്ല. അപ്പോ നബിയുടേതാവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ രണ്ടാം ഭാഗത്താണ് അവർ ഒരു എന്ന വാക്ക് ചേർത്തി കൊടുക്കുന്നത്. അതുകൊണ്ടത് സാരിബ കുല്ലിയാവില്ല. സാരിബ കുല്ലിയാവണം എന്നുണ്ടെങ്കിൽ മർക്കസിലുള്ള കേശങ്ങൾ അവിടെയാണ് ചേർക്കേണ്ടത്. മർക്കസിലുള്ള ഒരു കേശവും നബിയുടേതല്ല, അവിടെയാണ് ഒരു ചേർക്കേണ്ടത്. പക്ഷെ ഈ ചക്കാഫി മണ്ടൻ പറഞ്ഞത് എന്താണ്? മർക്കസിലുള്ള കേശം നബിയുടേതാവാൻ ഒരു സാധ്യതയുമില്ല, അവിടെയാണോ സാരിബ കുല്ലിയുടെ സൂറ് ചേർക്കേണ്ടത്? സാരിബ കുല്ലിയ എന്ന് പറഞ്ഞ ആ സെന്റൻസിന് മേൽ അറിയിക്കുന്ന വാക്ക്, ആ ലഫ്ല്, ആ കെലിമത്തിനെ ചേർക്കേണ്ടത് സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടിലാണ്, ഒന്നാം ഘടകത്തിലാണ്. സെന്റൻസിന്റെ രണ്ടാം ഘടകത്തിലല്ല. ഇതുപോലും അറിയാത്ത മഹാമണ്ഡനും മന്ദനുമായി പോയി ബഹുമാനനായ ജാഫർ സഖാഫി കൈപ്പമംഗലം എന്ന് പറയുന്ന കാളികണ്ഠൻ സംവാദത്തിൽ നമ്മൾ ഇരുത്തി തോൽപ്പിച്ച ആളല്ലാണ്. കാളികണ്ഠൻ സംവാദത്തിന് ഈ ഉള്ളവന്റെ പൊതുരംഗത്തുള്ള ആദ്യ പ്രഭാഷണം ഒരു സംവാദമായിരുന്നു. പബ്ലിക്കിന്റെ മുമ്പിൽ ആദ്യമായിട്ട് മൈക്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഒരു സംവാദത്തിന്റെ പേരിലായിരുന്നു. ഞാൻ അതിനു മുമ്പ് പബ്ലിക്കിന്റെ മുമ്പിൽ ഇതുപോലെ മൈക്കെടുത്ത് സംസാരിച്ചിട്ടില്ല. സമാജത്തിൽ ദർസിലെ സമാജത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ദർസിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ 2 തവണ മാത്രം
വെള്ളിയാഴ്ച വയതിന് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് മൈക്കുണ്ടായിരുന്നില്ല. ആദ്യത്തെ വെള്ളിയാഴ്ച പ്രസംഗത്തിൽ എനിക്ക് 32 രൂപയാണ് കിട്ടിയത്. 32 രൂപ. രണ്ടാമത്തെ പ്രസംഗത്തിൽ വെള്ളിയാഴ്ച വായതിന് പോയി. അങ്ങനെ പുറംപള്ളിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കാനാണ് എന്നോട് പള്ളിയിലെ ഇമാമ് പറഞ്ഞത്. ഞാൻ പുറംപള്ളിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ പറഞ്ഞപ്പോൾ ഒറ്റ കുട്ടിന് മുന്നിൽ കാണുന്നില്ല. ഞാൻ ആരോട് സംസാരിക്കണം എന്നാലോചിച്ചു. ആ പറഞ്ഞ ഞാൻ ആരും അറിയാതെ അതിലപ്പുറമൊന്നും പറയാതെ എല്ലാവരും പറഞ്ഞു പോരും. അതാണ് എന്റെ പബ്ലിക് പ്രസംഗത്തിന് എന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ പബ്ലിക്കായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ മൈക്ക് കെട്ടിക്കൊണ്ടുള്ള പബ്ലിക് പ്രസംഗം എന്ന് പറയുന്നത് കാലികന്റെ സംവാദമായിരുന്നു. ഈ സംവാദത്തിൽ അന്ന് 3 സഖാഫിമാരാണ് നമ്മൾ നേരിട്ടത്. ഒന്ന് ഹസൻ സഖാഫി വെണ്ണിയൂർ, 2 അലവി സഖാഫി കൊളത്തൂര്, 3 ജഅഫർ സഖാഫി കൈപ്പമംഗലം. ഈ 3 ആളുകൾക്കും ആ മസല പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്മൾ. ഇൻഷാ അല്ലാഹ് 3 ആളുകൾക്ക് ആ മസല മനസ്സിലായിട്ടുണ്ട്. ഈ ലിബ്യരായിട്ട് നമ്മുടെ ഒരു മാന്യത എന്ന നിലയ്ക്ക് കാലികന്റെ സംവാദം കഴിഞ്ഞ ഉടനെ അലവി സഖാഫിനോട് ഞാൻ ചോദിച്ചാൽ അല്ല നിങ്ങളുടെ പേര് സുലൈമാൻ സഖാഫി അല്ലേ എന്ന് ചോദിച്ചത്. പെട്ടെന്ന് ഞാൻ ചോദിച്ചതാണ്, നിങ്ങളുടെ പേര് സുലൈമാൻ സഖാഫി അല്ലേ? അലവി ഒന്നും പറയാതെ തല താഴ്ത്തി എനിക്ക് അർജന്റായിട്ട് പോകേണ്ടതുണ്ട്. ഒറ്റ പോക്കാണ്. ഓഡിറ്റോറിയത്തിന്റെ 4ാം നിലയിൽ നിന്ന് താഴെ നിലയിലേക്ക് അയാൾ എത്തിയത് എത്ര പെട്ടെന്ന് താഴെ നിലയിൽ നിർത്തിയിട്ട് പ്രകടനത്തിന് മുമ്പിലാണ് അയാൾ കാണുന്നത്. അപ്പൊ അന്ന് ജാഫർ സഖാഫി കൈപ്പമംഗലത്തിന് കിതാബും തൊഹഫത്തുൽ മുഹ്താദൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാണ്, എങ്ങനെയാണ് തൊഹഫക്ക് അർത്ഥം വെക്കേണ്ടതെന്നൊക്കെ. എന്നിട്ട് അയാൾക്ക് സാരിക കുല്ലിയായിട്ട് വരിക. എടോ സാരിക കുല്ലിയ ഈ പറഞ്ഞ മലയാളത്തിലുള്ള ഈ വാദത്തിനൊന്ന് അറബീകരിക്ക്. അപ്പൊ മനസ്സിലാവും എന്താ സാരിക കുല്ലിയ. മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേതല്ല. അതിനൊന്ന് അറബീകരിച്ചു നോക്കാണ്. അശ്ശഅറാത്തു ലത്തി ഫിൽ മർക്കസ് ലൈസത്ത് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണമാണ്. അപ്പൊ അത് സാധ്യതയാക്കാൻ വേണ്ടി എവിടെയാണ് ലാ ശൈഅ മിൻ ശഅറാത്തിൽ മർക്കസ് അൽ കാരന്തൂരി അല്ലെങ്കിൽ ലാ ശൈഅ മിൻ ശഅറാത്തി മർക്കസ് കാരന്തൂർ തിരു എന്ന് പറയേണ്ട, അത് ശരിയാണ്. തിരു എന്നുള്ളത് അറിയാതെ അങ്ങനെ പറഞ്ഞു പോവാം. ലാ ശൈഅ മിൻ ശഅറാത്തി മർക്കസ് കാരന്തൂർ മർക്കസിൽ ഉള്ള മുടികളിൽ ഒന്നും തന്നെയല്ല എന്തല്ല ശഅറാത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടികളല്ല. ഈ ലാ ശൈഅ എന്നുള്ള വാക്ക് ചേർക്കേണ്ടത് എവിടെയാണ്? സെന്റൻസിന്റെ 1ാം ഘടകമായ ശഅറാത്തു മർക്കസ് കാരന്തൂർ, അവിടെയാണ് ചേർക്കേണ്ടത്. അതല്ലാതെ എന്തല്ല ശഅറാത്തു മർക്കസ് കാരന്തൂർ ലൈസത്ത് ശഅറാത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅയ്യി ഇഹ്തിമാലിൻ. അത് നബിയുടെ മുടിയല്ല, നബിയുടെ മുടിയാവാൻ ഒരു സാധ്യതയുമില്ല. അവിടെ ചേർത്തുമ്പോഴല്ല സാലിബ കുല്ലിയ എന്ന് പറയാം കേട്ടോ. സാലിബ കുല്ലിയ ഇത് നമ്മൾ പറയുന്നത് എന്തിനാണെന്നറിയോ? നാളെ മുതൽ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പഠിക്കുന്ന സഖാഫി കുട്ടികളും അവിടുത്തെ കാമിൽ കോഴ്സിൽ പഠിക്കുന്ന കാമിലി കുട്ടികളും ഈ 2 കോഴ്സിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് നടക്കുന്ന മുഴുവൻ സഖാഫി കാമിലികളും ഈ ലളിതമായ ചെറിയ കുട്ടികൾ ഓതിപ്പഠിക്കുന്ന തസ്രീഹ് മന്ദിക്കിൽ പറഞ്ഞ ഈ ലളിതമായ ഈ ഒരു ഖാഇദ പഠിക്കാൻ വേണ്ടിയാണ്. ഇത് പറയാം സാലിബ കുല്ലിയ. സാലിബ കുല്ലിയ എന്ന് പറയുന്ന ഒരു ഖളിയുടെ എതിര് മൂജബ ജുസിയാണ്. ഒരു മരവും കല്ലല്ല. അതിനെതിർക്കാൻ എന്ത് മതി? ഒരു മരം കല്ലാണ് എന്ന് വന്നാൽ മതി. എല്ലാ മരവും കല്ലാണെന്ന് വന്നോളുന്നില്ല. ഒറ്റ മരം കല്ലാണെന്ന് വന്നാൽ മതി. അതാണ് മൂജബ ജുസി എന്ന് പറയുന്നത്. അല്ലാതെ മരം കല്ലാവാൻ ഒരു സാധ്യതയുണ്ട് എന്നല്ല മൂജബ ജുസി. മരം കല്ലാവാൻ ഒരു സാധ്യതയുണ്ട് എന്നല്ല മൂജബ ജുസി. മർക്കസിലുള്ള മുടി നബിയുടേതാവാൻ ഒരു സാധ്യതയുമില്ല. അത് ഒരു സാധ്യതയൊക്കെ ഉണ്ടായിക്കൂടെ? ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളേക്ക് തന്നെ അവർക്കൊരു സാധ്യതയുള്ളൂ.
ഒരു സാധ്യതയൊക്കെ ഉണ്ടായിക്കൂടെ, അങ്ങനെ ഉണ്ടായിക്കൂടെ നിങ്ങളിങ്ങനെ മനക്കോട്ട കെട്ടിക്കാണ്ട് റസൂലിന്റെ പേരിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഞാന് ബോധപൂർവം തന്നെയാണ് മിനിഞ്ഞാന്ന് നമ്മൾക്കാട് വെച്ചു കാന്തപുരത്തിന്റെ മുടിയിൽ ഞാൻ 2 തവണ പറഞ്ഞോടെ. എന്നോട് അശ്രഫ് പറഞ്ഞു അങ്ങനെയൊന്നും പറയണ്ട, കാന്തപുരം സൂക്ഷിച്ചിട്ടുള്ള മുടി തന്നെ പറഞ്ഞത്. ഞാൻ കൽപ്പിച്ചുട്ടി പറഞ്ഞു തന്നെയാണത്. കാന്തപുരത്തിന്റെ മുടി എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ സ്വന്തം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് പറിച്ചെടുത്ത മുടി അന്ന് അങ്ങനെ വേണമെങ്കിൽ അർത്ഥം വെക്കാം. അതല്ലെങ്കിൽ കാന്തപുരത്തിൽ എവിടെ നിന്നെങ്കിലും ലഭിച്ച മുടി എന്നും അർത്ഥം വെക്കാം. അല്ലെങ്കിൽ കൊടുത്ത ആളുകൾ എവിടെ നിന്നെങ്കിലും പറിച്ചെടുത്ത മുടി എന്നും അർത്ഥം വെക്കാം. എല്ലാ അർത്ഥത്തിലും ഇടം കൊടുക്കുന്ന വിശാലമായ ഒരു വ്യാഖ്യാനത്തിന് ഉതകുന്ന വിധത്തിൽ കാന്തപുരത്തിന്റെ മുടി അങ്ങനെ നാക്കത്തുല്ലാഹി എന്ന് പറഞ്ഞാല് നാക്കത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ഒട്ടകം എന്ന് പറഞ്ഞാല് അള്ള സഞ്ചരിക്കുന്ന ഒട്ടകം എന്നോ അല്ലെങ്കിൽ അള്ളാഹു വളർത്തുന്ന അള്ളാഹുവിന്റെ നമ്മൾ പറയുന്ന നമ്മളെ ഒട്ടകം എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. അപ്പൊ എന്നതുപോലെ മുലാബസയുടെ ഇലാഫത്ത് എന്നാണ് അതിൽ പറയാം. മുലാബസയുടെ ഇലാഫത്ത് അല്ലേ. ഇപ്പൊ പള്ളിയുടെ മൂത്രപ്പര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പള്ളിയുടെ മൂത്രപ്പര എന്ന് പറഞ്ഞാല് പള്ളിയും മൂത്രപ്പരയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? പക്ഷെ പള്ളിയുടെ മൂത്രപ്പര എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഒരു ഭാഗമായുള്ള മൂത്രപ്പര എന്ന അർത്ഥത്തിനല്ല. പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മൂത്രമൊഴിച്ചുകൊണ്ട് ശൗച്യം ചെയ്യാൻ പറ്റാവുന്ന സൗകര്യപ്പെട്ട ഒരു സ്ഥലം. ആ ഒരു നിലയ്ക്ക് പള്ളിയും മൂത്രപ്പരയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നേ ഉള്ളൂ. ഓമർ കുട്ടി കൈവന്നിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ സാഹിബ കുല്ലി എന്താണ്, മൂജബുരുസി എന്താണ്, ഇതൊന്നും ചെന്നൈക്ക് പഠിച്ചിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം എന്നറിയോ? ഇത് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ സാരിബ കുല്ലിയ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയ ആ വാചകത്തിന്റെ മൗദൂഇലാണോ നിങ്ങൾ സൂറിനെ ചേർക്കുന്നത്, മഹ്മൂലിലാണോ നിങ്ങൾ സൂറിനെ ചേർക്കുന്നത്? നമ്മൾ ഈ ചോദ്യം അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് കിതാബ് ഓതിയിട്ടില്ലല്ലോ. ഇനി ഓതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓർമ്മല്ലോ. ഇങ്ങനത്തെ ആളുകളോട് നമ്മൾ എന്ത് പറയാനോ? പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളോടല്ലേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവർക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഒരു സംവാദം നടത്താൻ അവർക്ക് സാധിക്കുകയില്ല. ഏതുപോലെ ഇന്നലെ ഇസ്തിഗാസയുടെ വിഷയത്തിൽ എന്താ ഉണ്ടായത്? ഇസ്തിഗാസയുടെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സലാം ബാക്കവി പാണ്ഡിത്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന മഹാനാണത്. എത്ര കിതാബുകൾ മുതാല ചെയ്തിട്ട് കിതാബിൽ ഒരുപാട് കിതാബിന്റെ അറ്റം കണ്ടെത്തിയ മഹാനാണ്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അടുത്ത് ഇടപഴകിയ ആളുകൾക്കറിയാം. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ശ്രമിക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ തഹ്ഖീഖും. ആ ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനു ശേഷവും ഈ ഉമ്മത്തുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് വേണ്ടി തെറ്റുകൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തൗബാബർ റഹീമ. തെറ്റുകൾ ചെയ്തവർ നബിയുടെ സമീപം ചെന്നുകൊണ്ട് നബിയോട് ഉദ്ർ ബോധിപ്പിക്കണമെന്നും അങ്ങനെ അവരും റസൂലും എല്ലാവരും കൂടിയിട്ട് അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കണമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ അത് ദോഷം പൊറുക്കാൻ ഏറ്റവും എളുപ്പ വഴിയാണെന്നും സൂറത്തുൽ നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന കാര്യം. ആ കാര്യം പറയുമ്പോ അതൊക്കെ റസൂലിന്റെ ജീവിതകാലത്തേക്ക് മാത്രമുള്ളതാണ്. റസൂലിന്റെ ജീവിതകാലത്തേക്ക് മാത്രം. വഫാത്തിന് ശേഷം അങ്ങനെ സംഭവമല്ല. എന്നാൽ റസൂൽ എന്ന് പറയുന്ന വഫാത്തിന് ശേഷം ഉണ്ട് എന്നാ. ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും. ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പോഴും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ട്. ഞാൻ വഫാത്തിന് ശേഷവും എന്റെ വഫാത്തിന് ശേഷവും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ എന്നിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരം ചോറും ചാറുമല്ല, പിന്നെന്താണ്? ഇസ്തിഗ്ഫാറാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പാപങ്ങൾക്ക് അല്ലാഹുവിനോട് റസൂൽ മാപ്പിരക്കുന്ന ഏറ്റവും വലിയ നഫ്ഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ശഫാഅത്ത്. ആ ശഫാഅത്താണ് ഏറ്റവും വലിയ റസൂലിനെ കൊണ്ട് ലഭിക്കേണ്ടുന്ന ഗുണം. അത് ഞാൻ ചെയ്തു തരുമെന്ന് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് ഈ ആയത്തും പ്രസ്തുത ഹദീസുകൾ മുന്നിൽ വെച്ചു കൊടുത്തു. ഇത് വെച്ചു കൊടുത്തപ്പോ
ഹദീസിനെ പറ്റി അത് മൻസൂഖാണെന്നും അല്ല ആയത്തിനെ സംബന്ധിച്ച് അത് മൻസൂഖാണെന്നും ഹദീസിനെ സംബന്ധിച്ച് അല്ലേ അത് ദഈഫാണെന്നും ഇങ്ങനെ രണ്ട് മറുപടിയാണ് മുജാഹിദ് പക്ഷം പറഞ്ഞത്. ആയത്തിനെ സംബന്ധിച്ചത് മൻസൂഖാണ് ദുർബലപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റസൂലിന്റെ വഫാത്തിന് ശേഷം എനിക്ക് അമല് ചെയ്യാൻ ഏറ്റവും സന്തോഷം നൽകുന്ന ആയത്തെന്ന് പറഞ്ഞതെന്തിന് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹലോ മനസ്സിലാ രാത്രി ക്ലാസ്സിലാട്ടോ പിന്നെ പറയാം. ഓക്കെ 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 പിന്നെ അപ്പോ എന്താ പറഞ്ഞത്, ആയത്ത് മൻസൂഖല്ല. ഈ ആയത്ത് മൻസൂഖാണെന്ന് തഫ്സീറുകളിൽ ഒരിടത്തും പറഞ്ഞിരുന്നില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ആയത്ത് മൻസൂഖാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രബലവുമല്ല. ഹദീസാണെങ്കിലോ ദഈഫാണെന്ന് സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. പ്രസ്തുത ഹദീസിനെ സംബന്ധിച്ച് ഹാഫിദുൽ ഇറാഖി തഖ്രീബുൽ ഇഹ്യാഇൽ അതിലുള്ള ഒരു റാവിയെ സംബന്ധിച്ച് ദുർബലനായ റാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഖാമ കാണാനില്ല എന്ന് പറഞ്ഞാൽ കൈവത്തിച്ചത് ലൈവിനാണോ? ലൈവിനാണെങ്കിൽ ഉടനെ PM-ലൂടെയോ അല്ലെങ്കിൽ പബ്ലിക്കിലൂടെയോ അറിയിക്കണം. 9:30 മണിക്കല്ലേ ലൈവ് സുഹൃത്തുക്കളെ? അപ്പൊ ഉടനെ അറിയിക്കണം കേട്ടോ. ഞാന് പിന്നെ സമയം 9:30 വരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. എന്താണ് സംഭവിച്ചത്? ഹയാത്തി ഖൈറുല്ലക്കും മമാത്തി ഖൈറുല്ലക്കും എന്നുള്ള ഹദീസിനെ സംബന്ധിച്ച് ഹാഫിദുൽ ഇറാഖിയുടെ ഒരു പരാമർശമാണ്. പ്രസ്തുത ഹദീസിന് ന്യൂനത ഉണ്ട് എന്ന് തന്നെ സമ്മതിക്കാം. പ്രസ്തുത ഹദീസിന് ന്യൂനതയുണ്ട് എന്ന് തന്നെ സമ്മതിച്ചാൽ തന്നെ അതേ ഹദീസ് തന്നെ മുർസലായിട്ട് അഥവാ നബിയിൽ നിന്ന് താബിഈങ്ങളിൽപ്പെട്ട ആളുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു സനദിലൂടെ വന്നിട്ടുണ്ട്. ന്യൂനതയുള്ള ഒരു സനദിനെ മറ്റൊരു സനദ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഹസനായ ഹദീസുകൾ. ഹസനായ ഹദീസുകൾ പ്രമാണയോഗ്യമാണ് എന്ന് പണ്ഡിത ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ആ ഹസനായ ഹദീസുകൾ സ്വഹീഹുകൾ തന്നെയാണ്. അത് പ്രബലങ്ങൾ തന്നെയാണ്, പ്രമാണങ്ങൾ തന്നെയാണ്. സ്വതന്ത്രമായി മതവിധികളും വിധിവിലക്കുകളും നിർദ്ധാരണം ചെയ്യാൻ ഉതകുന്ന വളരെ വ്യക്തമായ പ്രമാണങ്ങൾ തന്നെയാണ് എന്നാണ് പണ്ഡിത ലോകത്തിന്റെ ഐക്യഗ്രന്ഥേനയുള്ള തീരുമാനം. അതിന് പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ അല്ലേ? എന്താണ് ഇനിയിപ്പത് ബാറിൽ ആള് കയറിയാൽ ജീവിയിൽ ആളില്ല, ജീവിയിൽ ആള് കയറിയാൽ ബാറിൽ ആളില്ല. അത് ഏത് കളിയാണ്? സാലിബ് കുല്ലിയാണോ സാലിബ് ജുസിയാണോ? എന്തായിക്കോട്ടെ, ബാറിൽ ആളുകളെല്ലാം കയറിയാൽ അങ്ങനെ പറഞ്ഞാൽ ആളുകളെല്ലാം ബാറിൽ കയറിയാൽ SGVയിൽ ആളില്ല, അപ്പൊ സാലിബ് കുല്ലിയായി. ആളുകളിൽ ചിലർ ബാറിൽ കയറിയാൽ SGVയിൽ ആളില്ല, അപ്പൊ സാലിബ് ജുസിയായി. ആളുകളിൽ ചിലർ ബാറിൽ കയറിയാൽ SGVയിൽ ആളുണ്ട്, അപ്പൊ മൂതബ ജുസിയായി കേട്ടോ. അങ്ങനെയാണ് സാലിബ് കുല്ലിയും സാലിബ് ജുസിയും മൂതബ ജുസിയൊക്കെ വേർതിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? സംഗതി അത് സാങ്കേതികമായിട്ട് പറയാൻ എല്ലാവർക്കും അറിയില്ല എന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ നിത്യപ്രയോഗങ്ങളിൽ സാധാരണമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. മറ്റേ ജാഫർ സക്കാഫി കൈപ്പങ്ങനെ പറഞ്ഞേ രാമന് പോലും അറിയാന്ന് പറഞ്ഞത്. പക്ഷേ ജാഫറിന് അറിയില്ലാന്ന് മാത്രം. രാമന് പോലും അറിയാവുന്ന വിഷയം ജാഫറിന് അറിയില്ല. അപ്പൊ രാമന് അറിയുന്ന ഒരൊറ്റ കാര്യവും ജാഫറിന് അറിയില്ല. അങ്ങനെയാണ് സാലിബ് കുല്ലിയാണ്. രാമന് അറിയുന്ന ചില കാര്യങ്ങൾ ജാഫറിന് അറിയില്ല, അപ്പൊ സാലിബ് ജുസിയായി. രാമന് അറിയുന്ന ചില കാര്യങ്ങൾ ജാഫറിന് അറിയും, അപ്പൊ മൂതബ ജുസിയായി. രാമന് അറിയുന്ന എല്ലാ കാര്യങ്ങളും ജാഫറിന് അറിയും, അപ്പൊ മൂതബ കുല്ലിയായി. മനസ്സിലായില്ലേ? സാലിബ് കുല്ലി എന്താണ്, സാലിബ് ജുസി എന്താണ്, മൂജബ് കുല്ലി എന്താണ്, മൂജബ് ജുസി എന്താണ്?
ഇങ്ങനെയാണ് സാലിബ് കുല്ലിയും സാലിബ് ജുസിയയും മൂതബ കുല്ലിയെയും മൂതബ ജുസിയൊക്കെ വേർതിരിക്കേണ്ടത്. അതിന് മഹ്സൂറാത്തുൽ അർബ എന്നാണ് അതിന് പറയാം. മഹ്സൂറാത്തുൽ അർബ. ഈ പൊട്ടന്മാർക്ക് എന്ത് മഹ്സൂറാത്തുൽ അർബ? അപ്പൊ ചുരുക്കത്തിൽ ഇന്നലത്തെ സംവാദം കണ്ടില്ല. ഇന്നലത്തെ സംവാദം വളരെ പണ്ഡിതോചിതമായിട്ട് നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തുന്ന ആളുകൾ, നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തുന്ന അന്വേഷണ തൃഷ്ണയും പഠനോത്സുകതയുമുള്ള ആളുകൾക്ക് ഇന്നലത്തെ സംവാദത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ, കുറേ കിതാബുകൾ, ഒരുപാട് ടൈം എടുത്തുകൊണ്ട് മുത്താല ചെയ്താൽ ലഭിക്കുന്ന പോയിന്റ്സുകളാണ് ഇന്നലെ നമ്മുടെ സംവാദത്തിൽ നമ്മൾ നൽകിയത്. അതേസമയത്ത് മുജാഹിദ് വിഭാഗത്തിന്റെ വിഷയാവതരണം നോക്കൂ, മുജാഹിദ് വിഭാഗത്തിന്റെ ചോദ്യങ്ങൾ നോക്കൂ, മുജാഹിദ് വിഭാഗത്തിന്റെ മറുപടികൾ. ആ സുഹൈൽ യൂസഫ് എന്ന് പറയുന്ന കൊന്നത്തരക്കാരൻ, അയാൾ എന്താ പറയുന്നത് എന്നുള്ളത് മുജാഹിദുകൾക്ക് തന്നെ മനസ്സിലാവില്ല. എന്താണ് അയാൾ പറയുന്നത് എന്നുള്ളത് മുജാഹിദുകൾക്ക് തന്നെ മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ചു ആ ഫൈസൽ മൗലവി വരുന്നുള്ളത്. ഫൈസൽ മൗലവി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ അയാൾ ആണെങ്കിൽ വഷളായിപ്പോയി, ഏറ്റ വഷളായി. ഇനിയും വഷളാവാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു അയാൾ. അതുകൊണ്ടാണ് അയാൾ ഇന്നലെ മൈക്കെടുക്കാതിരുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഐഡിയിൽ അവിടെ താഴെ ഉണ്ടാവും, പക്ഷെ മൈക്കെടുക്കാൻ അയാൾക്ക് സുഖം കിട്ടിയില്ല. ഇപ്പുറത്തുള്ളത് ആരൊക്കെയാണെന്ന് അയാളെ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട സലാം ബാക്കവിയുടെ സാന്നിധ്യം കണ്ടു, ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയുടെ സാന്നിധ്യം കണ്ടു, ബഹുമാനപ്പെട്ട ഗഫൂറൻഗിരിയുടെ സാന്നിധ്യം കണ്ടു, ബഹുമാനപ്പെട്ട നൂർ ഫൈസിയുടെ സാന്നിധ്യം കണ്ടു. പടച്ചോനെ, ഇവരെല്ലാവരും ഉണ്ടാവുമ്പോൾ ഞാൻ ഒന്നുകൂടി വഷളായി പോകുമോ? സക്കരിയ സലാഹി ഗ്രൂപ്പ് വിട്ടതിന് ശേഷം ഇപ്പൊ ഗ്രൂപ്പിന്റെ നായകനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്റെ നിലവാരത്തിൽ ഇടിവുതട്ടുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് ഫൈസൽ മൗലവി മാളത്തിലൊളിച്ച ദയനീയമായ രംഗമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. പിന്നെപ്പെന്താ സുഹൈൽ, പിന്നെ ആ മൂസ സലാഹി എന്ന് പറഞ്ഞ ചങ്ങാതിന്റെ അന്ന് ഒരു കഥ, ഒരു ചുക്കും തിരിയാത്ത കുറച്ച് ആൾക്കാർ, ഇവരൊക്കെ ഈ രംഗത്തൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് വഷളാകാൻ മുജാഹിദെ നിൽക്കേണ്ടതുണ്ടായിരുന്നോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഇങ്ങനെയുള്ളൊരു സംവാദത്തിന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം ധൈര്യസമയം നമ്മുടെ മുമ്പിൽ വരില്ല. ധൈര്യസമയം നമ്മുടെ മുമ്പിൽ വരില്ല. ഞാൻ ശ്രോതാക്കളോടൊന്ന് ചോദിക്കട്ടെ, അവര് ഇന്നലത്തെ സംവാദം അവരുടെ ക്ലാസ് റൂമിൽ പിന്നീട് റെക്കോർഡ് വെച്ചിരുന്നോ? നിങ്ങളാരെങ്കിലും കേട്ടോ? നിങ്ങൾ ആരെങ്കിലും അവരുടെ ക്ലാസ് റൂമിൽ പോയിട്ട് ഇന്നലത്തെ സംവാദം റെക്കോർഡ് ചെയ്തത് കേട്ടിരുന്നോ? ഇന്ന് ദിശാന്റെ വെളിപ്പെടുത്തലുണ്ടോ? വെച്ചിട്ടില്ല. എന്താ വെക്കാത്തത്? നന്ദിയിൽ അവർ രണ്ടുപേരും കൂടി, അഥവാ മടവൂരി വിഭാഗം ഈ വിഭാഗം തമ്മിൽ സംവാദം 2 ദിവസം നടന്നില്ലേ? ജനുവരി മാസത്തിൽ, ഈ മാർച്ച് മാസം 8-ാം തീയതിയും അതിന് മുമ്പുള്ള ഒരു ഡേറ്റിലും. അതവര് എത്ര തവണയാണിത് ചർവണം അവരുടെ ക്ലാസ് റൂമിൽ നടത്തിയത്. ഈ ഉള്ളവൻ തന്നെ, ഞാൻ തന്നെ ആ സംവാദങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഓൺലൈനിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പിറ്റന്നാളാണ് ഇത് കേൾക്കുന്നത്. പിറ്റന്നാളും ഒക്കെയാണ് കേൾക്കുന്നത്. കാരണം അത് കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ട് അവരുടെ ക്ലാസ് റൂമിൽ അതിന്റെ ചർച്ചകളും അതിന്റെ ക്ലിപ്പിടലും അതിന്റെ വിശദീകരണവും അബു എഹ്സാനൊക്കെ അങ്ങനെ വിശദീകരിച്ചിട്ടേ എന്തേ അബു എഹ്സാനോട് ദയയോടുകൂടി ഒന്ന് ചോദിക്കണ്ട. ദയ അല്ലെങ്കിൽ എന്താ പറയാ, സഹതാപത്തോടുകൂടി ഒന്ന് ചോദിക്കട്ടെ, എന്താണ് ഇന്നലത്തെ സംവാദത്തെ അതിന്റെ റെക്കോർഡിന് അവരുടെ ക്ലാസ് റൂമിൽ പ്ലേ ചെയ്യിപ്പിച്ചില്ല, തുടർന്ന് പ്ലേ ചെയ്യിപ്പിച്ചില്ല? എന്താണ് യൂട്യൂബിൽ SK വിഭാഗങ്ങൾ 45 മിനിറ്റ്സ് കട്ടാക്കിയ ക്ലിപ്പ് ഇട്ടത് എന്നും പറഞ്ഞു? എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ മൈക്കെടുത്ത് ആദ്യം തെറി പറയാൻ ഒരുങ്ങി അബു എഹ്സാൻ. അപ്പോൾ എന്താ അറിയില്ല, അതെ അബു എഹ്സാൻ ഇന്നലെ തെറി പറഞ്ഞിട്ടുണ്ട് അവരുടെ സംവാദത്തെ അവസാനിപ്പിച്ചതിൽ. സംഗതി മൂസ സലാഹിയെ പോലുള്ള നമ്മളെ മറ്റേ ചങ്ങാതില്ലല്ലോ സുഹൈൽ യൂസഫിന് ഇപ്പൊ എന്തായാലും അവനൊരു കുറച്ചൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ സംസാരത്തിലും അതുപോലെ തന്നെ സമീപനത്തിലും ഒരു ചെറിയ മാന്യത വെച്ച് കിടക്കുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവനൊക്കെ ഇന്നലെ ആകെ വഷളായിട്ടുണ്ടാവും. അബു എഹ്സാന്റെ ആ ചാടിക്കളി, ആ ഹാലടക്കം കണ്ടിട്ട് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് അവരുടെ ഇടയിൽ തന്നെ ആകപ്പാട് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു കളി എന്ന് മാത്രമാണ് അബു എഹ്സാൻ അവസാനമായിട്ട് ഉണ്ടാക്കിയത്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ നിസാഇന്റെ 64-ാമത്തെ ആയത്ത്, 4-ാം അധ്യായം 64-ാം സൂക്തത്തിലുള്ള
ആ ആയത്ത് വഫാത്തിന് ശേഷമുള്ള റസൂലിനോടുള്ള സമീപനത്തിന് ബാധകമാണെന്ന് വ്യക്തമായിട്ട് സലാബ കവി കൃത്യമായിട്ട് മറുപടി കൊടുത്തതിനെ ഖണ്ഡിക്കുവാൻ സാധിച്ചില്ല. ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിൽ 9 ലൈവ് വന്നോ? ലൈവ് വന്നു. അതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ഇനി ലൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.